വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരുടെ അടുത്ത് കുഞ്ഞിനെയും കൊണ്ടുവന്നിരുന്നിട്ട് ശാലിനിയെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റിയൊക്കെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം അതൊക്കെ സങ്കടത്തോടെ ശാലിനി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയും അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പ്രീതി ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാനാണ് വന്നത്, അല്ല സത്യാമ്മ എവിടെ പോയി ചോദിക്കുമ്പോൾ അവൾക്ക് ഓരോ ഭ്രാന്തില്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഓരോന്നിന് പോയിരിക്കുകയാണ് എന്ന് മാത്രമേ രാഘവൻ നായർ പറയുന്നുള്ളൂ. സുസ്മിത വിളിച്ചിട്ടാണ് അങ്ങനെ ആ സുസ്മിതയെ തേടിയാണ് പോയതെന്നൊന്നും പറയുന്നില്ല. തുടർന്ന് പ്രീതിയെ കാണിക്കാനായിട്ട് ശാലിനി കുഞ്ഞിനെയും കൊണ്ട് പ്രീതിയുടെ റൂമിലേക്ക് വരികയാണ്. അന്നേരം സുസ്മിതയുടെ പുറകെ പോയിട്ട് ഫാമ ഇത് ഇവിടെ പോയി എന്ന് രാഘവൻ നായർ ചിന്തിച്ചുകൊണ്ട് താഴെ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് ശാലിനി പ്രീതിയുടെ പ്രീതിയുടെ അടുത്തേക്ക് ഇരുത്തിയിട്ട് പ്രീതിയുടെ കൈ കൊണ്ട് തന്നെ ചേർത്ത് കുഞ്ഞിനെ അങ്ങ് പിടിച്ച് പൊതിഞ്ഞ പോലെ വയ്ക്കുകയാണ്. എന്നിട്ട് പ്രീതിയോട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവളെ കാണാതിരിക്കാനായിട്ട് എനിക്ക് ഒരു നിമിഷം പറ്റുന്നില്ല. അമ്മയും കുഞ്ഞും തമ്മിലുള്ള പുകൽക്കടി ബന്ധത്തെക്കുറിച്ച് എൻ്റെ അമ്മ എപ്പോഴും പറയും, പക്ഷേ ഇവളെ വിട്ടു തരാനായിട്ട് പിരിഞ്ഞിരിക്കാനും ഒന്നും എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ നിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണ്ടേ, ഞാൻ ഓരോ നിമിഷവും സ്വാർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും നീ എഴുന്നേറ്റ് വരണം എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അന്നേരം കുഞ്ഞാണെങ്കിൽ പ്രീതിയെ പിടിച്ചും വലിച്ചുമൊക്കെ അങ്ങ് കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ചൂടൊക്കെ പോയി, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അത് തന്നെയാണ്, ഇവക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആലോചിക്കുകയാണ്. തുടർന്ന് പ്രീതിയുടെ തലയിലൊക്കെ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പ്രീതി എഴുന്നേറ്റ് വരും, പക്ഷേ കുഞ്ഞിനെ വിട്ടു തരണമെന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം, അതൊന്നും സാരമില്ല, മോളിപ്പോൾ ഇതൊന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനോട് അമ്മ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് ശാലിനി പാറക്കുട്ടിയെ. ഇതേസമയം സത്യഭാമ സുസ്മിതയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. സുസ്മിതയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുമ്പോൾ ഇറങ്ങുമോളേന്നും പറഞ്ഞ് സത്യഭാമ പിടിച്ചിറക്കുകയാണ്. പിടിച്ചു കൊണ്ടുവരുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ഈ നരകുഴിയിലേക്ക് തന്നെയാണ് എന്നെ വീണ്ടും കൊണ്ടുവന്നിരുന്നത്. ചൈന കോളനിയിൽ തല്ല് കൊള്ളാനാണെങ്കിൽ ഞാൻ അവിടെ കിടന്ന് തല്ല് കൊണ്ടാലും പോരായിരുന്നോ, അവിടെയാണെങ്കിൽ അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് തല്ലുന്നത് എന്ന് പറഞ്ഞ് സമാധാനിക്കാം, പക്ഷെ ഇവിടെയാണെങ്കിലോ വേലക്കാരി വരെ വിഷ്ണുവേട്ടനും ശാലിനിയും എല്ലാവരും കൂടെ എന്നിട്ട് തല്ലും എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് വാദിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അതൊക്കെ സുസ്മിതയുടെ അഭിനയം തന്നെയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ദേഷ്യം വരികയാണ്, ഇത് നരകക്കുഴിയെന്നോ, എൻ്റെ വീടിപ്പം നരകക്കുഴിയായോ, നിനക്ക് അത്രയ്ക്ക് അഹമ്മതിയായോ എന്നും പറഞ്ഞ് സത്യഭാമ ആദ്യം ദേഷ്യപ്പെടുകയാണ്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, അല്ല ആൻറ്റി, എല്ലാവരും കൂടി എന്നിട്ട് തല്ല് കൊള്ളിക്കുകയല്ലേ, വിഷ്ണുവേട്ടനെ കല്യാണം കഴിച്ച് തരാമെന്ന് ആദ്യമായിട്ട് എനിക്ക് ആഗ്രഹം തന്നത് ആൻറ്റി തന്നെയാണ്. പിന്നീട് ശാലിനിയെ കല്യാണം കഴിച്ചതിന് ശേഷവും ഞാൻ ഈ വീട്ടിൽ പിടിച്ചു നിന്നു, അത് ആൻറ്റിക്ക് വേണ്ടി തന്നെയാണ്. എനിക്കാണെങ്കിൽ ആൻറ്റിയെ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോവാമായിരുന്നു, പക്ഷേ അവിടെ ഭാമ ആൻറ്റിയുടെ അഭിമാനം പോകും എന്നുള്ള രീതിക്ക് കൊണ്ട് തന്നെയാണ് സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോലും ഞാൻ ഇവിടെ നിന്നത്. പക്ഷേ എന്നിട്ട് വിഷ്ണുവിനേക്കാൾ കേമനായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് ആൻറ്റി പറഞ്ഞു. രോഹിത്തുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചപ്പോഴും ഞാൻ പൂർണ്ണ സമ്മതത്തോടെ അല്ല അതിനുവേണ്ടി സമ്മതിച്ചെന്ന് ആൻറ്റിക്ക് അറിയാമല്ലോ. എന്നിട്ട് എനിക്ക് കിട്ടിയ ജീവിതമോ, അവിടെയാണെങ്കിൽ ആ തല്ലും വഴക്കും ഒക്കെ രോഹിത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആ സ്ത്രീയുടെ സ്വഭാവം ആൻറ്റി നേരിട്ട് കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് കുറച്ച് വിഷമം തോന്നുകയാണ്. പക്ഷേ തൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് എല്ലാം കാരണക്കാരി സത്യഭാമയാണ് എന്ന് വരുത്തി തീർക്കാനാണ് അവിടെ സുസ്മിതയുടെ ശ്രമം. അവിടെ സുസ്മിത അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ ഭാഗം ന്യായീകരിക്കുമ്പോൾ സുസ്മിതയുടെ സംസാരം അവിടെ വിജയിക്കുകയും ചെയ്യുകയാണ്. തുടർന്നും സുസ്മിത പറയുന്നുണ്ട്, ആൻറ്റിയുടെ ആഭരണങ്ങൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ശാരദാമ്മയുടെ ബാഗ് പരിശോധിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ, പക്ഷെ അതിനുവേണ്ടി എല്ലാവരും എന്നെ കുറ്റക്കാരിയാക്കി. ശാലിനിയും വിഷ്ണുവേട്ടനും ഒക്കെ ഇവിടെ നിറങ്ങി പോകാനായിട്ട് കാരണം ഞാനൊന്നുമല്ലല്ലോ. അവരൊക്കെ പോയതിന് ശേഷമല്ലേ അങ്കിളിന് വീണ്ടും കൂടുതൽ ദേഷ്യം എന്നോടായത്. ആൻറ്റി ഇല്ലാത്ത സമയത്ത് എന്നെ വിഷം കൊടുത്ത് കൊല്ലും എന്ന് വരെ ഒരു ചിന്ത വരെ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നരകക്കുഴി എന്നൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് ഇങ്ങോട്ടത്തേക്ക് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് വീട്ടിൽ കയറുന്നില്ല എന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, ആൻറ്റി ദൈവത്തിൻ്റെ സ്ഥാനത്താണ് എനിക്കുള്ളത്, അങ്ങനെ ഒരു വിഗ്രഹം ഉടയ്ക്കാതിരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. തുടർന്ന് സുസ്മിതയുടെ കൈ പിടിച്ച് സത്യഭാമ പറയുന്നുണ്ട്, എല്ലാവരും മോളോട് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്, ഇനി ഒരു പൂഴുമണ്ണ് മോളുടെ ദേഹത്ത് വീഴാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഇത് സത്യഭാമയുടെ വാക്കാണ് എന്ന് പറഞ്ഞ് സുസ്മിതയുടെ കൈ ഇറുക്കി പിടിക്കുകയാണ്. നേരവും സുസ്മിത മനസ്സിൽ കരുതുകയാണ്, രണ്ടാം വരവിൽ എനിക്ക് ഈ ഒരു വാക്ക് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സുസ്മിത അത് മനസ്സിലാണ് കരുതുന്നത്. തുടർന്ന് വാ മോളെന്നും പറഞ്ഞ് സത്യഭാമ സുസ്മിതയെ വിളിച്ചിട്ട് ഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ഇനി സുസ്മിത വെളിയിൽ നിന്നിട്ട് ആ കണ്ണീരൊക്കെ തുടച്ചിട്ട് പറയുന്നുണ്ട്, ഈ സുസ്മിതയുടെ രണ്ടാം വരവ് ആ വീൽ ചെയറിലിരിക്കുന്ന നായരുടെയും ഈ തറവാടിൻ്റെയും ഒക്കെ ആണിക്കല്ലിളക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞാണ് സുസ്മിത അകത്തേക്ക് കയറുന്നത്.
തുടർന്ന് സത്യഭാമയാണ് ആദ്യം അകത്തേക്ക് കയറുന്നത്. രാഘവൻ നായർ ഭാമയെ മാത്രമേ കാണുന്നുള്ളൂ. അന്നേരം ഈശ്വര ഭാമ എത്തിയോ, ശാലിനിയെ കണ്ടാൽ കുഴപ്പമാകുമല്ലോ എന്ന് രാഘവൻ നായർ ചിന്തിച്ച് വയ്ക്കുമ്പോൾ പുറത്തേക്ക് നോക്കിയിട്ട് വാ മോളേന്നും പറഞ്ഞ് സുസ്മിതയെ വിളിക്കുകയാണ്. അന്നേരമാണ് രാഘവൻ നായർ സുസ്മിതയും കാണുന്നത്. തുടർന്ന് സുസ്മിത അകത്തേക്ക് കയറുമ്പോൾ രാഘവൻ നായർക്ക് ചെറിയൊരു പരിഭ്രമവുമുണ്ട്, പക്ഷേ സുസ്മിതയെ കാണുമ്പോൾ ദേഷ്യവുമുണ്ട്. തുടർന്ന് സത്യഭാമയോട് രാഘവൻ നായർ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ രാഘവൻ നായരുടെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം സത്യഭാമ ഒന്ന് സെറ്റിയിലേക്ക് ഇരുന്നിട്ട് രാഘവേട്ട ഇനി മുതൽ സുസ്മിത ഇവിടെ കാണും, അവൾ ഇവിടെ താമസിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും രാഘവൻ നായർ മിണ്ടാതിരിക്കുമ്പോൾ സുസ്മിത ശ്രദ്ധിക്കുകയാണ്, കിളവൻ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. തുടർന്നും രാഘവൻ നായർ പ്രീതിയുടെ മുകളിലേക്കും ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പ്രീതിയുടെ റൂമിലേക്കാണല്ലോ നോട്ടം, എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന് സുസ്മിത ചിന്തിക്കുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് സുസ്മിത ഇനി മുതൽ ഇവിടെ കാണുമെന്ന്. അന്നേരം അതെങ്ങനെ ശരിയാവും ഭാമയെന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത അതിനുവേണ്ടിയുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവളെ എല്ലാവരും കൂടെ തല്ലിക്കൊല്ലാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് സത്യഭാമ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട് എങ്കിൽ എൻ്റെ തീരുമാനത്തിനും ഒരു മാറ്റവുമില്ല, ഈ രാഘവൻ നായർ ഈ പടി ഇറങ്ങും എന്ന് പറയുകയാണ്. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് രാഘവൻ നായർ ആദ്യം ചോദിക്കുമ്പോൾ മതി, തൽക്കാലം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി എന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരമാണ് ഞാൻ ഈ പടി ഇറങ്ങും എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നത്. കൂടുതൽ ഉച്ചത്തിലാണ് രാഘവൻ നായർ സംസാരിക്കുന്നത്. ഈ ശബ്ദം ശാലിനി റൂമിൽ നിന്ന് കേൾക്കുകയാണ്. അന്നേരം അച്ഛൻ്റെ ശബ്ദമാണല്ലോ, അച്ഛൻ ആരോടാ സംസാരിക്കുന്നതെന്നും പറഞ്ഞ് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ശാലിനി ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ സത്യഭാമയെ കാണുകയാണ്, സുസ്മിതയെ കാണുന്നില്ല. തുടർന്ന് അയ്യോ സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങ് പ്രീതിയുടെ റൂമിലേക്ക് കയറുകയാണ്. അതേസമയം ശാലിനി നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ താഴെ കേൾക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ ശബ്ദമാണല്ലോ എന്ന് സത്യഭാമ ഇങ്ങനെ പറയുമ്പോൾ അതെ ആൻറ്റി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് സുസ്മിത മുകളിലേക്ക് കയറുകയാണ്. തുടർന്ന് ആരാ രാഘവേട്ട അവിടെയെന്ന് ഭാമ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് സുസ്മിത എങ്ങ് മുകളിലത്തെ റൂമിൽ എത്തുമ്പോഴേക്കും ശാലിനി പ്രീതിയോട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേഗമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് ആ താഴത്തെ സ്റ്റെയർ വഴി ഇറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. അന്നേരം സുസ്മിത മുകളിലേക്ക് കയറുമ്പോൾ ശാലിനി ഒന്നല്ലാതെ കാണുന്നുണ്ട്. ഇത് അവളാണല്ലോ ശാലിനി എന്ന് പറഞ്ഞിട്ട് സുസ്മിത പെട്ടെന്ന് താഴേക്ക് വരികയാണ്. എന്നിട്ട് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ അങ്ങ് ആകെ പരിഭ്രമിക്കുകയാണ്, സുസ്മിത പറയുമോ ഇല്ലയോ എന്ന് പേടിച്ചിട്ട്. പക്ഷേ സുസ്മിത പറയുന്നത് ഒറീസയിൽ നിന്നോ ബീഹാറിൽ നിന്നോ വന്ന ഒരു നാടോടി സ്ത്രീയാണ്, കുഞ്ഞിനെയും കൊണ്ട് എന്തോ മോഷ്ടിക്കാൻ കയറിയതാണ്, പ്രീതിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു, പിൻവാതിൽ വഴിയാണ് പോയത് എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാനവളെ ഇന്ന് പിടിക്കുമെന്നും പറഞ്ഞ് സത്യഭാമ എങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാലും വിടല്ലേ ആൻറ്റി എന്ന് സുസ്മിത അകത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരോട് സുസ്മിത പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയല്ലേ, പുറത്തേക്ക് വന്നാൽ ഒരു അടിപൊളി സീൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സുസ്മിതയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേസമയം ശാലിനി പിൻവാതിൽ കൂടി മുറ്റത്തേക്ക് എത്തുമ്പോൾ ഭാമയും മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് നീയായിരുന്നോ, എന്തിനാ ഇവിടെ വന്നത് എന്നും പറഞ്ഞ് സത്യഭാമ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയും അങ്ങ് അത് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നീയായിരുന്നോ, ഞാൻ വിചാരിച്ചു വല്ല അന്യസംസ്ഥാന തൊഴിലാളിയായിരിക്കും എന്ന് പറഞ്ഞ് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുകയാണ്. അല്ല അതിഥി തൊഴിലാളി എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് പക്ഷേ കുഞ്ഞിനെ കാണുമ്പോൾ സത്യഭാമയ്ക്ക് ഒരു സ്നേഹം തോന്നുന്നുണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിലടക്കി നിർത്തിയിട്ട് വീണ്ടും ദേഷ്യത്തോടെ ഭാമ ചോദിക്കുകയാണ് എന്നെയും വേണ്ട, ഈ സത്യഭാമയുടെ വീടും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകനെയും വിളിച്ചുകൊണ്ട് കൊച്ചുമോളെയും തോളത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ഇവിടേക്ക് കയറി വന്നത് എന്ന് പറഞ്ഞ് ഭാമ വീണ്ടും അങ്ങ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് വിട്ടേക്ക് ആൻറ്റി, പട്ടിണിയല്ലേ, അടുക്കളയിൽ നിന്ന് വല്ലതും എടുത്ത് കഴിക്കാനായിട്ട് വന്നതായിരിക്കും എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് കളിയാക്കുകയാണ്. അതേസമയം വിഷ്ണു ആണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൻ്റെ ഗേറ്റ് കടന്നു വരികയാണ്. അന്നേരം ആ ശാലിനിയെ കാണുമ്പോൾ ശാലിനി എന്താ ഇവിടെയെന്നും പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുകയാണ്. വീണ്ടും സത്യഭാമ ചോദിക്കുന്നുണ്ട് പറയടി എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോഴും ശാലിനിയാണെങ്കിൽ ഒരു ഉത്തരവും പറയാതെ നിൽക്കുകയാണ്. തുടർന്ന് ഗേറ്റിൻ്റെ അടുത്തുനിന്ന് എൻ്റെ വിഷ്ണു പെട്ടെന്ന് പറയുന്നുണ്ട് ശാലിനി എൻ്റെ കൂടെ വന്നതാണെന്ന്. അന്നേരമാണ് വിഷ്ണുവിനെ എല്ലാവരും കാണുന്നത്. അതേസമയം രാഘവൻ നായരും പുറത്തേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ കാണുമ്പോൾ സത്യഭാമ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാ ഇങ്ങോട്ടത്തേക്ക് വന്നത്, സത്യഭാമയുടെ പണവും സ്വത്തും ഒന്നും വേണ്ടാന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, സത്യഭാമയുടെ തണലിൽ നിൽക്കുമ്പോൾ വാങ്ങിച്ച ഒരു ഷർട്ട് പോലും അല്ലാതെ വേറെ എന്തെങ്കിലും നിനക്ക് സ്വന്തമായിട്ടുണ്ടോ എന്നും പറഞ്ഞ് അങ്ങ് വിഷ്ണുവിനെ ആക്ഷേപിക്കുകയാണ്. അന്നേരം ഭാമയെന്ന് ഇങ്ങനെ രാഘവൻ നായർ വിളിക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമയാണെങ്കിൽ അതൊന്നും കണക്കാക്കുന്നില്ല. തുടർന്ന് വിഷ്ണു പറയുകയാണ് സത്യഭാമയുടെ മകനായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, സാധാരണ എല്ലാവരും ഇവിടേക്ക് വരാറില്ലേ, ഇവിടെ പണം പലിശയ്ക്ക് കൊടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അതിനുവേണ്ടി വന്നതാണ്. ദേ ഈ ആധാരം അങ്ങോട്ട് വായിച്ചിട്ട് 2.5 ലക്ഷം രൂപ വേണമെന്ന് വിഷ്ണു കയ്യിലിരിക്കുന്ന ശാന്തേച്ചിയുടെ ആധാരം കാണിച്ചിട്ട് പറയുകയാണ്. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ് തരണം എന്നൊക്കെ പറയാനായിട്ട് നീ എന്താ ഇവിടെ പണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം വീണ്ടും ദേഷ്യത്തോടെ രാഘവൻ നായർ വിളിക്കുകയാണ്. അന്നേരം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. പക്ഷേ ഭാമയാണെങ്കിൽ ഒരു മുഖവരയ്ക്കും എടുക്കുന്നില്ല. വിഷ്ണു പറയുന്നുണ്ട് ആധാരം തന്നിട്ട് തന്നെയാണ് പണം വാങ്ങിക്കുന്നത്, ചോദിക്കുന്ന പലിശയും തരുന്നുണ്ട്, അപ്പോൾ പിന്നെ മുമ്പിൽ കുനിഞ്ഞെന്ന് ഓച്ചാനിച്ച് നിൽക്കുക
അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവും കയർക്കുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, നിനക്കിവിടെ തരാനായിട്ട് പണം ഇല്ല എന്ന് പറയുകയാണ്. കുറച്ച് മുമ്പ് നിൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തിരുന്നു, പക്ഷേ അത് നിന്നെ കണ്ടിട്ടോ അവളെ കണ്ടിട്ടോ ഒന്നുമല്ല, അതേ ആ തോളത്തിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയാണ് കൊടുത്തത്. അന്ന് അവൾ പറഞ്ഞത് അവളുടെ ഭർത്താവിനെ അധ്വാനിക്കാനുള്ള മനസ്സും ശരീരവും ഒക്കെ ഉണ്ടെന്നാണ്. അതെന്താ അറബിക്കടലിൽ ഒഴുകിപ്പോയോ എന്നൊക്കെ ചോദിച്ച് സത്യഭാമ അങ്ങ് കളിയാക്കുകയാണ്. അന്നേരം സുസ്മിത ഇടയ്ക്ക് കയറി സുസ്മിത പറയുകയാണ്, അന്ന് പട്ടിണിയുടെ രുചി അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇപ്പോൾ മുഴുവൻ പട്ടിണിയായിരിക്കും, ആഹാരമൊന്നും വാങ്ങിക്കണ്ടെങ്കിൽ ആൻറ്റി 10 100 എന്തെങ്കിലും കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് സുസ്മിത കളിയാക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ദേഷ്യപ്പെടുകയാണ്, സുസ്മിതെ, ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ നീയാണോ ഇടപെടുന്നത്? പണം കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭാമയാണ്, ഭാമ പറയും എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, സുസ്മിതയുടെ തീരുമാനം തന്നെയാണ് എൻ്റെയും, ഇവന് കൊടുക്കാനായിട്ട് ഇവിടെ പണം ഇല്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യമാവുകയാണ്. ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ ഉറപ്പാണ് എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ, എങ്കിൽ മോനെ ഞാൻ എന്ന് പറഞ്ഞ് രാഘവൻ നായർ പണം കൊടുക്കാമെന്ന് പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, വേണ്ടച്ച, അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം വേണ്ട എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ അത് വേണ്ട, അധ്വാനിക്കാനുള്ള ആരോഗ്യം ഈ ശാലിനിയുടെ ഭർത്താവ് വിഷ്ണുവിന് അത് കൈമോശം വന്നിട്ട് പോയിട്ടില്ല, അതിനിയുമുണ്ട്, നമ്മൾ അധ്വാനിച്ച് തന്നെ ജീവിക്കും എന്ന് പറഞ്ഞ് വാ ശാലിനി എന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വിഷ്ണു അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടെ ഭാമാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാം, കുഞ്ഞിനെ പട്ടിണി കിടത്തണ്ടെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ശാലിനി ആണെങ്കിൽ സുസ്മിതയുടെ അടുത്തേക്ക് എന്ന് പറയുകയാണ്, വിഷ്ണുവും ശാലിനിയും പട്ടിണി കിടന്നാലും മരിച്ചതിന് ശേഷമേ കുഞ്ഞ് പട്ടിണിയുടെ ഇത് അറിയത്തുള്ളൂ, അതിനുവേണ്ടി നീ കാത്തിരിക്കണ്ട, നീ വിഷ്ണുവേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് പോയി എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് സുസ്മിത വഴക്ക് പറയുകയാണ്. അതൊരു സുസ്മിതയ്ക്ക് ക്ഷീണമാവുകയാണ് അന്നേരം. തുടർന്ന് അവരങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഒന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് സുസ്മിത തിരിച്ചു വിളിക്കുകയാണ്. അതിനുശേഷം സുസ്മിത തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ₹1 നാണയം എടുക്കുകയാണ്. അതിങ്ങനെ നിവർത്തി കാട്ടി നിൽക്കുന്നുണ്ട്. അത്രയും ആകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി സുസ്മിത ഇനി എന്ത് വെല്ലുവിളിയാണ് ശാലിനിയോട് നടത്താൻ പോകുന്നത് എന്നിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്